അല്ലാഹു അക്ബർ الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله صدق الله العظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാന ആ പ്രാർത്ഥന മറ്റ് സൃഷ്ടികളിൽ നിന്നും മനുഷ്യന് കൈവരുന്നത് അവൻ അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്നുള്ള ഒരു ഉത്തരവാദിത്വം വഹിക്കുന്നു എന്നതുകൊണ്ടാണ്. ഈ പ്രാതിനിധ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവൻ യഥാർത്ഥത്തിൽ സത്യവിശ്വാസി. ഇന്നോളം എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തഖ്വയുള്ള മസ്ജിദുണ്ടാവും. വളരെ വിപുലമായ ആഴത്തിലുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ. ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ നിലയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സൂക്ഷ്മത പാലിക്കുക, ഭക്തി പുലർത്തുക, സൂക്ഷിക്കുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിന്റെ മുഴുവൻ അർത്ഥവും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പറച്ചിലാവില്ല എന്നുള്ളതാണ്. അതിന്റെ മറ്റേ വശവും കൂടി മനസ്സിലാക്കുമ്പോഴാണ്, എതിർവശവും കൂടി മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പുറത്തുനിന്നുണ്ടായി വരുന്ന ഒരു സംഗതിയല്ല, മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഇംപ്ലാന്റ്, അതായത് അടക്കം ചെയ്തിരിക്കുന്നു. നന്മ എന്താണെന്ന് മനസ്സിലാക്കാനും തിരഞ്ഞെടുക്കാനും മനുഷ്യന് തിന്മ എന്താണെന്ന് അറിഞ്ഞേ പറ്റും. അതാണ് അല്ലാഹു സൃഷ്ടിച്ച ഒരു വ്യവസ്ഥ. ഇരുട്ടില്ലാതെ വെളിച്ചത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. വെറും വെളിച്ചം മാത്രമായാൽ ഇരുട്ടിനെ കുറിച്ച് ആൾക്ക് യാതൊരു ബോധം ഉണ്ടാവില്ല. നമ്മുടെ ദൈനംദിന നിത്യജീവിതത്തിൽ കണ്ടു പഴകിയതുകൊണ്ട് നമുക്ക് അത്ഭുതമില്ലാതെ പോകുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ വെളിച്ചമുണ്ട്, ഈ വെളിച്ചം മാറിയാൽ ഇരുട്ട് വരും. നമുക്കറിയാം, നമ്മൾ ജനിച്ചപ്പോഴേ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനൊരു പുതുമയില്ല. പക്ഷെ ഈ ഇരുട്ടും വെളിച്ചവും ചൂടും തണുപ്പും
അങ്ങനെ അള്ളാഹ് സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും രണ്ട് തരത്തിൽ എണ്ണകളായി സൗജ് എണ്ണകളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നന്മയും തിന്മയും, സദാചാരവും ദുരാചാരവും. ഇത് മനുഷ്യന് തീരുമാനിക്കാൻ പറ്റില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് സദാചാരം, എന്താണ് ദുരാചാരം, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് മനുഷ്യനെ പഠിപ്പിക്കുന്നു. അത് ആദ്യമേ തന്നെ മനുഷ്യനെ പഠിപ്പിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാണ്. ഒരു വേദഗ്രന്ഥത്തിന്റെയും പ്രവാചകന്റെയും ആവശ്യമില്ലാതെ തന്നെ മനുഷ്യ മനസ്സിന് ഇത് മനസ്സിലാകാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു സൃഷ്ടിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് നൽകിയിട്ടുള്ളത്. ഇത് കൃത്യമായി ഖുർആനിൽ പറയുകയും നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. ലഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങാൻ, ഈ ഗുളികയൊക്കെ വായിൽ വെള്ളം വെച്ചിട്ട് വിഴുങ്ങിക്കളയാൻ, ചവയ്ക്കാതെ വിഴുങ്ങുന്നതിനാണ് ലഹിമ. അൽഹമ എന്ന് പറഞ്ഞാൽ വിഴുങ്ങിച്ചു. അൽഹമ അറബി പദം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹമഹ, അതിനെ വിഴുങ്ങിച്ചു. ഏതിനെ? നഫ്സിനെ. നഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറ എന്ന് പറഞ്ഞാൽ ആ നഫ്സ് എന്താണ്, അതിൽ ശരിക്കും അല്ലാഹു തആല പ്ലാൻ, അതായത് ഇംപ്ലാന്റ് ചെയ്തു, അതായത് അതിൽ ആമഗ്നമാക്കി, അതിൽ അതിന്റെ സ്വഭാവമായി തീരുമാനിച്ചു, നിശ്ചയിച്ചു. അപ്പൊ നഫ്സ് ഉണ്ടെങ്കിൽ, മനുഷ്യ മനസ്സുണ്ടെങ്കിൽ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിന്റെ മാർഗച്യുതി, അതായത് തിന്മ എന്താണ് എന്ന് അതിനറിയാം. തഖ്വാഹ, അതിന്റെ സൂക്ഷ്മതയെ കുറിച്ചും അതിനറിയാം. പിന്നെ പ്രവാചകന്റെയും അതുപോലെ തന്നെ പ്രബോധന പ്രവർത്തനങ്ങളുടെയും വേദഗ്രന്ഥങ്ങളുടെയും പണി എന്ന് വെച്ചാൽ ഓർമ്മപ്പെടുത്തൽ മാത്രം. ഫദക്കിർ, ഇല്ലതിനെ ഓർമ്മപ്പെടുത്താൻ പറ്റും, ഇല്ലാത്തൊരു സംഗതി നമുക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ജ്ഞാനം നമുക്കില്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാക്കാൻ പറ്റില്ല. ജ്ഞാനം ആദ്യമേ അല്ലാഹു സുബ്ഹാനഹു വ തആല തരണം. ഒരാൾ കോഴിക്കോട്ട് തിരിച്ചെത്തി എന്ന് പറഞ്ഞാൽ പണ്ടേ ആൾ കോഴിക്കോട്ട് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അറിവ് എന്നത് തിരിച്ചറിവാണ്. ഇപ്പൊ മനസ്സിലായി, ഭാര്യ ഇന്നതാണ്, മകൾ ഇന്നതാണ്, വാപ്പ ഇന്നതാണ് എന്ന തിരിച്ചറിവ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്. അതായത് തരം തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക, ഇതൊരു കപ്പാസിറ്റിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ നഫ്സിന് ഐഡന്റിഫിക്കേഷൻ കപ്പാസിറ്റിയുള്ള ഒരു ഹാർഡ് ഡിസ്ക് ഫിറ്റ് ചെയ്തു. ക്ലിയർ? മനുഷ്യ മനസ്സിന് കണ്ടാല്, നോക്കിയാല്, കേട്ടാല് മനസ്സിലാവും. ഇത് സൂര്യനാണെന്ന് പഠിപ്പിച്ചാൽ അത് മനസ്സിലാവും സൂര്യനാണ്, ചന്ദ്രനാണെന്ന് പഠിപ്പിച്ചാൽ അത് ചന്ദ്രനാണെന്ന് മനസ്സിലാവും. അപ്പോ അള്ളാഹുവിനുള്ള ജ്ഞാനം, അല്ലാഹു അഅലം എന്നാണ് പറയാം. അല്ലാഹു അഅലം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹ് നല്ല വലിയ വിവരമുള്ളവരാണ്, അങ്ങനെയല്ലാത്ത അർത്ഥം. ജ്ഞാനം എന്നത് അള്ളാഹ് തന്നെയാണ്. കരുണ എന്നത് അള്ളാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹ് അക്ബർ എന്ന് പറയുമ്പോൾ മഹത്വം എന്ന അള്ളാഹ് മാത്രമല്ല. ഇസ്സത്ത്, മഹത്വം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലുത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോൾ അഅലം, അള്ളയാണ് ജ്ഞാനം. മൊത്തം ജ്ഞാനം എന്നത് അള്ളയാണ്. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ, ഒരു അവൻ ഉദ്ദേശിക്കുന്നതല്ലാത്ത ഒന്നും വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാനു നസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം, ഒരു നിശ്ചിത അളവിൽ ഓരോ നഫ്സിനെ അല്ലാഹു തആല തീരുമാനിച്ചു. ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം എല്ലാ ആത്മാക്കളെയും പുറത്തു കൊണ്ടുവന്ന ഒരു കഥ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പൊ എല്ലാ ആത്മാവിനും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഫർദിയത്ത്, പേഴ്സണാലിറ്റി അല്ല. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഷഖ്സിയത്ത്, അതൊരു വ്യത്യസ്തമാണ്. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോന്നിനും അതിൻ്റെതായ വ്യക്തിത്വം എന്ന് മലയാളത്തിൽ പറയാം. മലയാളത്തിൽ വ്യക്തിത്വം എന്നേ പറയാൻ പറ്റുള്ളൂ. ഓരോന്നിനും അതിന്റെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നടത്ത് ഇന്നാൾ, അതുപോലെ ഒരാൾ പിന്നെ പ്രപഞ്ചത്തിൽ വേറെ ഉണ്ടാവില്ല. ആ വാപ്പാക്ക് ആ മോനെ പോലെ ഒരു ആ സമയത്ത് ജനിച്ച ആ കോലത്തിലുള്ള ഒരു മോൻ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യം എന്ന് പറഞ്ഞാൽ ഒരാദ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും, എല്ലാ സൃഷ്ടികളും, ഈവൻ എല്ലാ ആറ്റവും അതിനെ പോലെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം വ്യത്യസ്തമാണെന്നുള്ളതാണ് ആഴങ്ങളിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ അതിനൊരു നഫ്സ് വേണം. ആ നഫ്സ് എത്ര കാലം പ്രവർത്തിക്കണം, ആ നഫ്സ് ഏത് ശരീരത്തിലെത്തണം, ഏത് മനുഷ്യന്റെ ഇന്ദ്രിയത്തിലൂടെ ഏത് ഗർഭാശയത്തിലേക്ക് എത്തണം, അവിടെ നിന്ന് എങ്ങനെ ശരീരവും പ്രാപിക്കണം, അവിടെ നിന്ന് എങ്ങനെ പുറത്തു വരണം,
നഫ്സ് എത്ര കാലം ഭൂമിയിലൂടെ നടക്കണം, എപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു വരണം, ആ നഫ്സ് എപ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് എത്തണം, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യവും ഭംഗിയും പൂർണ്ണമായി ഡിസൈൻഡാണ്, വെൽ ഡിസൈൻ. അതായത് അതങ്ങനെ പ്ലാൻ ചെയ്ത് തീരുമാനിച്ച് വെച്ചിരിക്കുന്നു. അതിനൊന്നും ഒരു മാറ്റവും മാർഗം ഉണ്ടാകാൻ പറ്റില്ല. എത്ര ശാസ്ത്രം വികസിച്ചാലും ഇവിടെ ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ച ദിവസത്തിന് ഒരു ചെറിയ സമയം കൊണ്ട് നീട്ടി വെക്കാനോ ഇങ്ങോട്ട് വരാനോ പറ്റും. നമ്മള് ഹോസ്പിറ്റലുകളിൽ ആളുകൾ എത്തുമ്പോൾ നമുക്ക് വളരെ ബേജാറുണ്ടാവും. നമ്മുടെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകളാകുമ്പോൾ ഭയങ്കരമായ ബേജാറുണ്ടാവും. എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള സകല ശ്രമം നടത്തും. അവസാനം മരണത്തിന് കീഴടങ്ങിയും പറ്റൂ എന്നുള്ളതാണ്. ഈ ബേജാറ് കുറയ്ക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൃത്യമായി പറഞ്ഞത് എല്ലാ നഫ്സിനും ഒരു നിശ്ചിത അളവ്, ഒരു നിശ്ചിത അളവ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്നല്ല പറഞ്ഞത്. അതൊക്കെ നമ്മളെ പണി, അത് നമ്മൾ ചെയ്തുകൊള്ളാം. പക്ഷെ ബേജാറിന്റെ ആവശ്യമില്ല. കാരണം കൃത്യമായ ഒരു അവധി, അത് ഇത്ര മണിക്കൂർ, ഇത്ര സെക്കൻഡ്, ഇത്ര നാനോ സെക്കൻഡ് എന്നൊക്കെ അല്ലാഹുവിന്റെ കണക്കിൽ വളരെ കൃത്യമാണ്. എല്ലാം കിതാബും മുബീൻ വ്യക്തമായി രേഖപ്പെട്ട സംഗതിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെ പണം ഉണ്ടെങ്കിലും എന്തൊക്കെ മരുന്നുണ്ടെങ്കിലും സാധ്യമാവില്ല. ഈ ഒരു ശരീരത്തിലുണ്ടായിരുന്ന നഫ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റായിട്ടാണ് കൊടുത്തത് ജ്ഞാനം. അവിടെ ഒരു പ്രവാചകനെയും വിളിക്കേണ്ട, ഒരു വേദഗ്രന്ഥത്തെയും വിളിക്കേണ്ട, വേറൊരു സാക്ഷിയും വിളിക്കേണ്ട ആവശ്യമില്ല. ആ നഫ്സിന് അതിന്റെ ശരിയായ ജീവിതത്തിലെ മാർഗദർശനം, അതായത് ഏതാണ് മാർഗച്യുതി, അതായത് ഫുജൂർ എന്നൊക്കെ പറഞ്ഞാൽ ഫജ്ർ സാദിഖ്, പ്രഭാതം പൊട്ടിവിടരുക, അതായത് പിളരുക എന്നുള്ളതാണ്. അതായത് വഴി തെറ്റുക, അതായത് ക്രമം തെറ്റുക, അതിന്റെ ക്രമരാഹിത്യം എന്താണ് എന്ന് നഫ്സിനറിയാം. അതുപോലെ എന്റെ സൂക്ഷ്മത എന്താണെന്ന് എനിക്കിതൊന്നും അറിയില്ലായിരുന്നെന്ന് ആരും അള്ളാഹുവിന്റെ അടുത്ത് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ എല്ലാ ആളുകൾക്കും കൃത്യവും ഭംഗിയും പൂർണ്ണവുമായി മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ തഖ്വ എന്താണ്, സൂക്ഷ്മത എന്താണ്, വിജിലൻസ് എന്നാണ് ഞാൻ പറയാം. ശരിക്കും ഓരോ കാര്യത്തിലും വിജിലന്റ് ആയിരിക്കുക എന്നുള്ളത്. അപ്പൊ ഈ തിന്മ എന്ന് പറയുന്ന ഒരു സംഗതി നന്മയെ ഐഡന്റിഫൈ ചെയ്യാനും തിന്മയാണ് മനസ്സിലാക്കാനും തിന്മയിലേക്ക് ചായ്വുള്ള ഒരു മനസ്സുണ്ടല്ലോ. അതായത് ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, താല്പര്യങ്ങൾ പലതരത്തിലുണ്ടാവുമെന്നും, അതായത് പെണ്ണ്, പണം, സ്ഥാനം, മാനം, അഭിമാനം, അങ്ങനെ എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊക്കെ മനുഷ്യ മനസ്സിനൊരു താല്പര്യമുണ്ട്. അത് മനസ്സിന്റെ താഴെക്കടയിലുള്ള അൽ അമ്മാറത്തും ബിസ്സൂ, അതായത് തിന്മയിലേക്ക് ചായ്വുള്ള ലോവർ സൈക്കിൾ എന്നൊക്കെ പറയാം. അതായത് അധമ മനസ്സിനാണ് ഈ താല്പര്യം. ആ അധമ മനസ്സിന്റെ താല്പര്യങ്ങൾ, വികാരങ്ങളിലൂടെ അതിന്റെ പിന്നാലെ പോകുന്നവൻ അവിവേകിയായി ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ വിജിലന്റ് ആയിട്ട്, ഇവിടെയാണ് ആ ശരിക്കും വിജിലന്റ് ആവുക എന്നുള്ളത്. നഫ്സ് നമ്മളോട് തോന്നിയാസം പറയുമ്പോ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്ത നിർത്തുമ്പോ ഒരു മലക്കങ്ങളോട് പറയുന്ന തഖ്വ ഇതാണ്, സൂക്ഷിക്കണം. അപ്പോ മനസ്സും മനസാക്ഷി ഇത് പോരടിച്ചുകൊണ്ടേയിരിക്കും. അവസാന നിമിഷം പ്രവാചകന്റെ മനസ്സിൽ നിന്നും ഇത് മാറ്റൂല എന്നുള്ളതാണ്. ഇത് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു പോളിസിയാണ്. പ്രവാചകന് പൈശാചിക ദൗർബോധനങ്ങളെ അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മദീനയിൽ ചെന്ന ശേഷം പ്രത്യേകമായ ഏർപ്പാടുണ്ടാക്കി കൊടുത്തതായി നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മക്കയുടെ കാലഘട്ടത്തിൽ പലപ്പോഴും അസ്വസ്ഥത പ്രവാചകനെയും ബാധിച്ചിട്ടുള്ളതായി ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മദീനയിൽ ചെന്നപ്പോ പ്രവാചകന്റെ ആ പ്രവാചകത്വം എന്ന നഫ്സിന്റെ താഴെ ഇബ്ലീസിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതേസമയം മറ്റുള്ളവരെ കേസ് അങ്ങനെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുമ്പോ ഉമർ വാളുമായിട്ട് ഓടി വന്ന് പറഞ്ഞെന്താ, ആരെങ്കിലും മുഹമ്മദ് മരിച്ചെന്ന് പറഞ്ഞാൽ തലെടുത്തോളൂ. ഇസ്ലാമിൽ അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ യഥാർത്ഥത്തിൽ. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകനല്ലാത്ത എല്ലാവരെയും ഈ ശൈത്താൻ വേണ്ടി ശല്യപ്പെടുത്തും, ഒരു കുറഞ്ഞ സമയത്തെങ്കിലും എന്നുള്ളത്. അബൂബക്കറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കുമ്പോ ഒരു സ്ത്രീ കടന്നു വന്നൊരു കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് വരുമ്പോ റസൂലിനെ എപ്പോഴും ചീത്ത പറയുന്ന സ്ത്രീയാണ്. അവരെ കൊണ്ട് അടുത്ത് വന്നപ്പോ അവരുടെ കണ്ണിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മറച്ചു. അപ്പൊ അവരവിടെ ഇരിക്കുന്നത് കാണുന്ന അബൂബക്കറാണ്. അപ്പൊ അബൂബക്കറിനോട് അവർ പറയാൻ, നീയാണ് ആ മനുഷ്യനെ കൊണ്ടുനടന്ന് ചീത്തയാക്കുന്നത്. നമ്മളെ കുലദൈവങ്ങളെ ചീത്ത പറയുകയും കുഴപ്പമുണ്ടാക്കുകയും അതുപോലെ നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ആ കുറ്റം കെട്ടവനെ എല്ലാ പിന്തുണയും കൊടുത്ത് പണം കൊടുത്ത് സംരക്ഷിക്കണം നീയാണ്. നീ ഈ നാട്ടിലെ മാന്യനാണ്. അവർ കുറേ പറഞ്ഞു. അബൂബക്കർ കുറേ നേരം മിണ്ടാതെ. അത്
അത് കഴിഞ്ഞ ശേഷം അവര് അബൂബക്കറിന്റെ വാപ്പനെ പറഞ്ഞു, അബൂ ഖുഹാഫയെ പറഞ്ഞു. അബൂബക്കർ സഹിച്ചില്ല, അബൂബക്കർ തിരിച്ചു ചീത്ത പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയി. അപ്പോ അബൂബക്കറിന് പ്രയാസം ഉണ്ടായി. അബൂബക്കർ പിന്നാലെ ഓടി, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് എന്തിനാണ് പോയത്? ആ സ്ത്രീ നിന്നെ ചീത്ത പറയുമ്പോൾ നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു മാലാഖ ഉണ്ടായിരുന്നു, നിനക്ക് ശാപം എന്ന ആ സ്ത്രീയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. നീ അവരെ ചീത്ത പറഞ്ഞപ്പോൾ ആ മാലാഖ പോയി നിന്റെ അടുത്ത് ശൈത്താൻ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് പിശാചിന്റെ കൂടെ ഇരിക്കുന്നത് ഭൂഷണമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോയത്. അവിടെ അബൂബക്കറിന്റെ അടുത്ത് ഇബ്ലീസ് വന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് നഫ്സിൽ എല്ലാ മനുഷ്യന്മാർക്കും ഒരു നന്മ തോന്നുമ്പോൾ ഉടനെ തിന്മ, നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിന്മ. നമുക്ക് എല്ലാവർക്കും അറിയാം, കൈയായിട്ട് നിസ്കരിക്കാൻ പോകുമ്പോഴാണ് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ ആരത് പറയില്ല എന്നുള്ളതാണ്. നന്മ തോന്നുമ്പോൾ തന്നെ തിന്മ തോന്നും. കാരണം തിന്മയെ ശക്തിത്വം അള്ളാഹുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തിന്മയെ തള്ളിക്കളഞ്ഞിട്ട് തിന്മ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കാൻ ശ്രമിക്കണം. ഈ തിന്മ വരുന്നതോട് തെറ്റില്ല എന്നുള്ളതാണ്. എന്റെ സമുദായത്തിലെ തിന്മയായ ചിന്തകൾ, ചീത്ത ചിന്തകൾ അള്ളാഹു തആല പുറത്തിരിക്കുന്നു, അവരതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴേക്കും എന്നാണ്. അപ്പോ പ്രവൃത്തിയിൽ കൊണ്ടുവരാതിരിക്കാനുള്ളതാണ്. അപ്പൊ അവിടെ ജിഹാദ് നഫ്സ് ഒരു വലിയ പോരാട്ടം നടക്കുന്നു എന്നതാണ്. അപ്പൊ അവിടെയാണ് ആ ശരിക്കുള്ള പോരാട്ടത്തിനുള്ള ശക്തി. അതിനെ അക്കല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒട്ടകത്തിന്റെ കഴുത്ത് കിട്ടുന്ന കയറിന് യഹാൽ എന്ന് പറയാം. ഒട്ടകം നേരെ പോകണമെങ്കിൽ കയറാണ്ട് അയച്ചിട്ടാണ് ഒട്ടകം നേരെ പോയിക്കോളും. ഒട്ടകം ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ഇവിടെ നിന്ന് പിടിച്ചാൽ അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് പിടിച്ചാൽ ഇവിടെ തിരിയും. ശരിക്കും പിടിച്ചാൽ അത് നിൽക്കും. അതായത് ഒട്ടകത്തിന്റെ കഴിഞ്ഞാൽ അതിനെ അക്കൽ എന്ന് പറയാം. അക്കൽ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്. യൂറോപ്യൻ ഇന്റലിജൻസിന്റെ, അതായത് ആധുനിക ലോകത്തെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു അഡ്ജസ്റ്റ് വിത്ത് ദ സിറ്റുവേഷൻ. ഏത് സാഹചര്യത്തിൽ നിന്നാലും അവിടെ നമ്മൾ വിൻ സിറ്റുവേഷൻ, അതായത് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടടുത്ത് തിന്നുക എന്നുള്ളതാണ്. നമുക്ക് അടിച്ചു മാറണം എന്നുള്ളതാണ്. അതാണ് യൂറോപ്യൻ ഇന്റലിജൻസിന്റെ വ്യാഖ്യാനം. ഇവിടെ അതല്ല, തിന്മയെ പ്രതിരോധിക്കാനുള്ള മെന്റൽ എനർജിയാണ് യഥാർത്ഥ ആക്ടല്. മനുഷ്യന് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ തിന്മയെ പ്രതിരോധിക്കാനുള്ള പേഴ്സണൽ കപ്പാസിറ്റി, അതാണ് ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇന്റലിജൻസ്. നമ്മൾ കുട്ടികളൊക്കെ ഇന്റലിജൻസിനെ കുറിച്ച് പറയും, ഇന്റലിജൻസ് മെന്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ് കാണാൻ പഠിക്കും. പക്ഷെ ശുദ്ധാസമല്ല. യൂറോപ്പ് അല്ലെങ്കിൽ ആധുനിക ലോകം കണ്ടുപിടിച്ച ഇന്റലിജൻസിന്റെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മെന്റൽ എനർജി അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തിന്മയെ തടുത്തു നിർത്താനുള്ള മനുഷ്യന്റെ അധികം ആളുകൾക്കും ഈ കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് അധികം ആളുകൾക്കും വിവരമില്ല. അതുകൊണ്ട് അവരെങ്ങനെ അന്ധതയിൽ വിഹരിച്ച് അനാവശ്യങ്ങളിൽ പോകുന്നതാണ്. അപ്പൊ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ് തഖ്വ എന്നത്. അനാവശ്യങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത്, അറസ്റ്റ് എന്നാണ് ഇന്റലിജൻസ്. അത് ചെയ്ത് നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു സൂക്ഷ്മതാബോധം, ഒരു വിജിലന്റ് ആയിരിക്കുന്ന അവസ്ഥ, അത് ഹൃദയാന്തർഭാഗത്ത് തന്നെയുള്ളതാണ്. തഖ്വ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അത് തന്നെയാണ്. അപ്പോ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ ഈ നിയമങ്ങളെ സൂക്ഷിക്കണം, അള്ളാഹ് പറഞ്ഞ കാര്യം സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ ഉണ്ടാകുന്ന അനന്തരഫലമാണ് നമ്മളോട് നിർദ്ദേശമായി പറഞ്ഞത്. നേരെ ശരിയായ നിലയിൽ സംസാരിക്കണം, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം. സ്ട്രൈറ്റ് ഫോർവേഡ് ആണെങ്കിൽ നല്ല ചിന്ത ഉണ്ടാവണം, നല്ല ഉദ്ദേശവും നല്ല ചിന്ത ഉണ്ടെങ്കിൽ നേരായ വാക്കുകളുള്ളത്. കുരുത്തം കെട്ട ചിന്ത ഉണ്ടെങ്കിൽ നേരെ കിണം തിരിഞ്ഞ വർത്താനായിരിക്കും ഉണ്ടാവുക. സാധാരണ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ പറഞ്ഞു പോകുന്നത്, ഒരാളെ കാണുമ്പോൾ തമാശക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് പോലും കള്ളം പറയാറില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് അബൂബക്കറോട് പറഞ്ഞു, ഇത്രയും നേരം നിങ്ങളോട് കാത്തിരിക്കുന്നത് ഇപ്പം കണ്ട് പോയുള്ളൂ എന്ന് പറഞ്ഞു. അയാളെ കൊണ്ട് വന്നിട്ടുണ്ടാവില്ല, വെറുതെ പറഞ്ഞതാണ്, അയാളൊന്ന് പൊട്ടീസാക്കാൻ വേണ്ടി. ഇത് തിന്മയാണ്, വളരെ പ്രശ്നമാണ്. ഇത് തിന്മയാണ്, അശ്രദ്ധമായി പറഞ്ഞതാണ്. കൊണ്ട് അള്ളാഹു തആല അത്ര ഗൗരവത്തിൽ പിടിക്കൂല എന്ന് പറയുന്നത്. അത് ആവർത്തിച്ചാൽ അവന്റെ സ്വഭാവത്താക്കി മാറ്റുന്നു. വെറുതെ കള്ളം പറയാം. പിന്നെ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച് പറയാം. മനുഷ്യന്മാർക്കുള്ള ഒരു പ്രത്യേക സ്വഭാവമാണ്, മനുഷ്യ മനസ്സിന്റെ സംഗതിയാണ്. ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി കള്ളം കെട്ടിച്ചമച്ച് പറയാം. മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചെറിയൊരു വിഷയം വളരെ പൊടിപ്പും തൊങ്കലും വെച്ച് വളരെ ഗൗരവത്തിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് കഥകളുണ്ട് അതുമായി ബന്ധപ്പെട്ട്, പക്ഷെ അതൊന്നും മുഖ്തബിയിൽ പറയാൻ സമയം ഉണ്ടാവില്ല. അപ്പോ വളരെ എക്സാജറേറ്റ് ചെയ്തിട്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ കെട്ടിച്ചമച്ച് പറയുന്ന സ്വഭാവമുണ്ടല്ലോ, അത് സ്ട്രൈറ്റ് ഫോർവേഡ് അല്ല. കാര്യങ്ങൾ നേരൊക്കെ പറയാം. വില പറയുന്നിടത്തും കാര്യങ്ങൾ ചെയ്യുന്നിടത്തും വിവാഹത്തിലും എല്ലായിടത്തും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുക, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറയുക.
നല്ല നേരെ വാ അയാളൊരു നല്ല ഭക്ഷണം അതിൽ കാര്യങ്ങൾ നേരെ വാ വളപ്പൊന്നും തിരിപ്പൊന്നുമില്ല, കെട്ടിക്കൊടുക്കുന്നില്ല. മനുഷ്യരിൽ അധികം ആളുകൾ കെട്ടിക്കൊടുക്കേണ്ട വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. നേരെ വാ എന്ന ചിന്താഗതി ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ തത്വം ഉണ്ടായാൽ നേരെ വാ എന്നുള്ള സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണ്ടാക്കി തരും. തൊട്ടടുത്ത് ആ സ്വഭാവം ആർജിക്കുന്നുണ്ടോ, തത്വം കൊണ്ടത് ആർജിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞത്. എന്നിട്ട് മാത്രമല്ല യുസ്ലിഹലക്കും അഅമാലക്കും പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരും. വയഗ്ഫിറുലക്കും ദുനൂബക്കും നിങ്ങളെ തെറ്റുകൾ പുറത്തുവരും. സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ പ്രവൃത്തി നന്നാക്കും, തെറ്റുകൾ പുറത്തു വരും. അതാണ് അനുസരണം. ഈ നിലയ്ക്ക് ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചാൽ, അവന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ അവൻ ജീവിതത്തിലെ മഹത്തായ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. ഏറ്റവും വലിയ വിജയം ഇതാണ്. മറ്റൊരു വിജയവുമല്ല ഇതിന്റെ മുന്നിൽ നിന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഈ സൂക്ഷ്മതാ ബോധം നിങ്ങൾ കൈവിട്ട് കളഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ജീവിതം നഷ്ടമായി പോകുന്നു. അതുകൊണ്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുക. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആരും തടുക്കൂല. അത് നമ്മളിൽ തന്നെ വന്നെത്തുകയും ചെയ്യും. അതൊരു ഈമാന്റെ ഭാഗമാണ്. ആ ഈമാനിൽ നിന്നാണ് യഖീൻ ഉണ്ടാവുക. ഈമാനും യഖീനും ശരിയാവുമ്പോഴാണ് തഖ്വ ശരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ തഖ്വ ഉള്ളിൽ ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്നത്, സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയുന്നത്. സാധാരണ നമ്മളതിൽ മറപ്പും തിരിപ്പൊക്കെ പലപ്പോഴും പറയുന്നത് ഇടപാടുകളിൽ ലാഭം അടിക്കാൻ വേണ്ടിയാണ്, എന്തെങ്കിലുമൊക്കെ നമുക്ക് മെച്ചം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അതായത് കള്ളം പറയുക, പലതരത്തിലുള്ള അടവ് നയങ്ങൾ പ്രയോഗിക്കുക. അടവ് നയത്തിന്റെ ആവശ്യമില്ല, നേരെയുള്ള നയം തന്നെ മതി എന്നുള്ളതാണ്. അപ്പൊ അടവ് നയവും കള്ളവും ഒക്കെ പ്രയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മെച്ചം ദുനിയാവിലുണ്ടാക്കാൻ ശ്രമിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് വരുമെന്ന ആ അടിസ്ഥാനപരമായ ഈമാൻ ഊന്നിക്കൊണ്ട് നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു മനസ്സ് തരും എന്നാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത്. പ്രവൃത്തി നന്നാക്കും, തെറ്റുകൾ പുറത്തു പോവുകയും ചെയ്യും. അങ്ങനെ പ്രവൃത്തി നന്നാക്കുകയും തെറ്റുകൾ പുറത്തു പോവുകയും ഒക്കെ ചെയ്യുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نزيد لك كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباء اوصيكم واياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കൾ മാനിച്ച് ജീവിക്കണമെന്ന് തഖ്വയോട് വസിയത്ത് ചെയ്യുകയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ്. ഒരു പ്രസംഗത്തിൽ 2 പാർട്ടാക്കിയിട്ട് 2 പാർട്ടിൽ തുടക്കം തഖ്വയോട് വസിയത്ത് ചെയ്തുകൊണ്ട് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മനുഷ്യരെയും മറ്റു ഇതര സൃഷ്ടികളെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു നല്ല ചിത്രീകരണം സൂറത്തിൽ അഹ്സാബിൽ 33-ാം സൂറത്തിലെ 70-ാമത്തെ വാചകത്തിൽ പറയുന്നത്. 71-ാമത്തെ വാചകത്തിൽ അതാണ് ഇതിനോട് അനുബന്ധിച്ചത്. ഇന്ന അറദൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാല ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ ഫഹമലഹൽ ഇൻസാനു ഇന്നഹു കാന സലൂമൻ ജഹൂല. അതായത് ഈ പ്രാതിനിധ്യ ഉത്തരവാദിത്വം നാം ഭീമാകാരങ്ങളായ ഗോളങ്ങളുള്ള ആകാശത്തെയും ഭൂമിയെയും വലിയ പർവ്വതങ്ങളെയൊക്കെ കാണിച്ചു അവരുടെ മുന്നിൽ ഞാൻ നിർത്തി. ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം കൊണ്ട് ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഏറ്റെടുക്കണില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഭയക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാല് ഈ വക സംഗതികൾക്കൊന്നും സ്വന്തം തീരുമാനത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അല്ലാഹ് എന്താണ് ഡിസൈൻ ചെയ്തത് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഏർപ്പാട് മാത്രമേ ആകാശഭൂമികൾക്കും സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്കും ഒക്കെ കൊടുത്തിട്ടുള്ളൂ. സ്വാതന്ത്ര്യം എന്നത്, നിർണയാവകാശം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാത്രമാണ്. അതിൽ പറയാം ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യനത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നാം ഏൽപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന് മാത്രമുള്ള ഒരു കഴിവാണ് സ്വന്തം ചിന്തയും പ്രവൃത്തിയും കൊണ്ട് സ്വയം ഭാഗതയെ നിർണയിക്കാനുള്ള നിർണയാവകാശം. അതായത് ഈ പറഞ്ഞതുപോലെ ഈ നഫ്സിനെ നിശ്ചയിക്കപ്പെട്ട അതനുസരിച്ച് പോകുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. നമ്മളെ എല്ലാ സംഗതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. വിശ്വാസം നിഷേധം ഈ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വാതന്ത്ര്യം. വിശ്വസിക്കുകയും നിഷേധിക്കുകയും ചെയ്യാം. വിശ്വസിച്ചിട്ട് കാപട്യം കാണിച്ചാൽ മുനാഫിഖായി, വിശ്വസിക്കാതെ വിട്ടാൽ മുശ്രിക്കോ കാഫറുമായി.
അപ്പോ ഇതൊരു ഉത്തരവാദിത്വമാണ്. വിശ്വസിച്ചാൽ അവർക്ക് എന്ത്, വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് എന്ന് തൊട്ടടുത്ത് പറയുന്നത്. വിശ്വസിച്ചിട്ട് കാപട്യം കാണിക്കുന്ന ആണിനെയും പെണ്ണിനെയും എടുത്തു പറഞ്ഞു. അവിടെ ഇൻഡിവിജ്വാലിറ്റിയുടെ, അതായത് ഓരോ വ്യക്തിത്വത്തിന്റെയും പ്രത്യേകമായ ഉത്തരവാദിത്വത്തെ കുറിച്ച് ആഴത്തിൽ ബോധമുണ്ടാവാനാണ് ആണിനെയും പെണ്ണിനെയും എടുത്തു പറഞ്ഞു, പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഒറ്റയടിക്ക് ആണിനും പെണ്ണിനും നിയമമായ സംഗതികൾ ആണിന്റെ വെച്ച് മാത്രം പുല്ലിംഗത്തിൽ മാത്രം പറഞ്ഞു പോകുന്നു. അത് ആണിനും പെണ്ണിനും ബാധകമാണ്. പക്ഷെ ഇവിടെ പുല്ലിംഗവും സ്ത്രീലിംഗവും എടുത്തു പറഞ്ഞത് ഓരോ ആണും ഓരോ പെണ്ണും അള്ളാഹുവിന്റെ അടുത്ത് സ്വന്തം 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 നിലയ്ക്ക് ഉത്തരവാദിത്വം അർഹിക്കുന്നവരാണ്. അവനവന്റെ പ്രവർത്തനങ്ങൾക്ക്, ചിന്താഗതിക്ക് അവനവൻ തന്നെ ഉത്തരവാദിത്വം പറയേണ്ടി വരും. ഒരു ഭാര്യയെ സഹായിക്കാൻ ഒരു ഭർത്താവ് ഉണ്ടാവുകയില്ല, ഒരു മകളെയും സഹായിക്കാൻ ഒരു വാപ്പയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തഖില്ലായ ഫാത്തിമ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരോടുകൂടി പറഞ്ഞ ഒരു കഥ ഹദീസിൽ പറയുന്നുണ്ട്. ഫാത്തിമ, നിന്നെ അല്ലാഹ് പിടിച്ചാൽ എനിക്ക് ഒരിക്കലും നിന്നെ സഹായിക്കാനില്ല. അതുകൊണ്ട് ഇത്തഖില്ലായ ഫാത്തിമ, ഇത്തഖില്ലായ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് അനുവചനീയമായ ആനന്ദമുണ്ടാകും, എനിക്ക് സന്തോഷമുണ്ടാകും. ഒരു പുഷ്പത്തെ പോലെ ഞാൻ വാരിപ്പുണരാറുണ്ട് ഫാത്തിമ, എന്റെ എല്ലാമാണ്. ഒരുപാട് ആളുകൾ മരിച്ചുപോയ ഭാര്യ, ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയ, എല്ലാ മക്കളും മരിച്ചുപോയ എനിക്ക് ആശ്വാസം അവസാനം വരെ അള്ളാഹ് തന്ന ഏറ്റവും മഹത്തായ കന്യയാണ് ഫാത്തിമ, നീ ഇത്തഖില്ലായ ഫാത്തിമ. പക്ഷേ ഈ പ്രവാചകന്റെ മകളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്തഖില്ലായ ഫാത്തിമ, ഇത്തഖില്ലായ ഫാത്തിമ എന്ന് ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയോട് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം, ഒരു വാപ്പക്കും ഒരു മകളെ സഹായിക്കാൻ പറ്റില്ല, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ സഹായിക്കാൻ പറ്റില്ല. അവിടെ ഓരോരുത്തരും വ്യക്തമായും അള്ളാഹുവിന്റെ അടുത്ത് അവരവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദിത്വം ഏറ്റു പറയേണ്ടി വരും. അതായത് കപടവിശ്വാസികളും വിശ്വാസിനികളും കപടവിശ്വാസിനികളും അതുപോലെ തന്നെ ബഹുദൈവാരാധകരും ബഹുദൈവാരാധനകളും ഒക്കെ ഒരുപോലെയാണ് എന്നാണ്. അതേസമയം സത്യവിശ്വാസികളുടെ വീഴ്ചകളിലെല്ലാം പരിഹരിക്കാനും അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാനുമുള്ള ഒരു തന്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒരു നയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിരിക്കുന്നു. വകാനല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. തഖ്വ നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സദാ തഖ്വ നിലനിർത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. വകാനല്ലാഹു ഗഫൂറർ റഹീമ, പുറത്തു തരാൻ കാത്തിരിക്കുന്ന ഒരു മഹാരക്ഷിതാവ് നമുക്കുണ്ട് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ വാതിന് മുട്ടി അവസാന നിമിഷം വരെ അവന്റെ അടുത്ത് നിന്ന് സംതൃപ്തിയോടെ മടങ്ങി പോകുക, അതാണ് മഹത്തായ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ കാന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയും ബഖിയത്ത് അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കരുണിവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടാരും മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാ ആളുകൾക്കും പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ മുന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലുണ്ട്, വസീയത്തിച്ചിട്ടുണ്ട്. അവരുടെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് ശിവായി കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് സമാധാനവും ആശ്വാസം നൽകണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് മനസ്സമാധാനം നൽകണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. കാലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും ആത്മാർത്ഥമായി ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി സംതൃപ്തമായി മരിച്ചു നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രവിശാലങ്ങളാക്കണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ നീ മോചിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ വിഹാറ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ചു തരണേ തമ്പുരാനെ.
തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.